ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ കളക്ടർ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ആലപ്പുഴയിൽ തന്റെ മാത്രം പോസ്റ്ററുകളാണ് നശിപ്പിക്കപ്പെടുന്നതെന്നും ഇതിനു പിന്നിൽ SDPI പ്രവർത്തകരാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചു. ഹരിപ്പാട് KSRTC സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. പോസ്റ്ററിൽ ശോഭാ സുരേന്ദ്രന്റെ തലയ്ക്ക് പകരം ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തല വെട്ടിയൊട്ടിച്ചു. പോസ്റ്ററുകൾ നശിപ്പിച്ചതിന് പിന്നിൽ ആരിഫ് നിയോഗിച്ച പ്രത്യേക ടീമെന്ന് ശോഭാ സുരേന്ദ്രൻ. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. ഹരിപ്പാട് RK ജംഗ്ഷന് സമീപം പതിച്ചിരുന്ന ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിലാണ് ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തല ഒട്ടിച്ചത്. ഹരിപ്പാട് KSRTC സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും കീറി നശിപ്പിച്ചു. ഈ സംഭവത്തിൽ ശോഭ പരാതി കൊടുത്തിരുന്നെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് SP അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇടതു സ്ഥാനാർത്ഥി AM ആരിഫും UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലും നിയോഗിച്ച കണ്ണൂരിൽ നിന്നുള്ള SDPI PDP പ്രവർത്തകരാണ് തന്റെ പോസ്റ്ററുകൾ നശിപ്പിച്ചതെന്ന് ശോഭ. ഇവിടെ ആരിഫിന് വേണ്ടി പ്രചരണത്തിനും ബോർഡ് കെട്ടാനും അതുപോലെ തന്നെ കാര്യങ്ങൾക്കുമൊക്കെ കണ്ണൂരിൽ നിന്നുള്ള SDPIയുടെയും PDPയുടെയും ഒക്കെ നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ പല പ്രദേശങ്ങളിലും കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് തീവ്രവാദികളായിട്ടുള്ള ആളുകൾ KC വേണുഗോപാൽ ക്ഷണിച്ചുകൊണ്ടുവന്ന ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തുമാറ്റി തെളിവുകൾ നശിപ്പിച്ചെന്നും ശോഭാ സുരേന്ദ്രൻ. ഞങ്ങളുടെ തീരുമാനം, അതായത് ജില്ലാ കളക്ടറെ വരെ അറിയിച്ചു. കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പക്ഷേ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവ് ഇട്ട ഉടൻ തന്നെ ആ ഫ്ലെക്സ് ബോർഡുകളെല്ലാം എടുത്തുമാറ്റി. അപ്പോൾ പിന്നെ എവിടെയാ രേഖ? തനിക്ക് ജയിക്കാൻ പോസ്റ്റർ വേണ്ട, തന്റെ മുഖം മതിയെന്നും ശോഭാ സുരേന്ദ്രൻ. ഇതൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിർത്തി വീട്ടിൽ പോകുന്ന ആളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 30 വർഷം അത്യധ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ വെച്ച എൻ്റെ മുഖമുണ്ടല്ലോ, അത് എന്തായാലും ഫ്ലെക്സ് ബോർഡ് കീറിയവർക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. ആ മുഖം മതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ വിജയിപ്പിക്കാൻ. ആലപ്പുഴ പട്ടണക്കാട് വെട്ടക്കലിലും ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചിരുന്നു. പരാതിയിൽ പട്ടണക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 24 ആലപ്പുഴ.